കർക്കിടക മാസത്തെ രാമായണ മാസമായി തന്നെ ഹൈന്ദവ വിശ്വാസികൾ കാണുന്ന മാസമാണ്. അപ്പോൾ ഈ രാമായണ മാസത്തിൽ തന്നെ മാധ്യമം ദിനപത്രം അവിടെ രാമായണശീലുകൾ എന്ന പേരിൽ രാമായണത്തെ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ ഷിജുകുമാർ ഒരു പങ്ക്തി മാധ്യമം ദിനപത്രത്തിൻ്റേതായ ഒരു പങ്ക്തി ആരംഭിച്ചിട്ടുണ്ട്. വളരെ മോശമായി രാമായണ തത്വത്തെ വികലമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഓരോ ദിവസവും ഉള്ളത്. മറ്റു പത്രങ്ങളെടുത്താൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെടുത്താൽ അതിലെല്ലാം രാമായണത്തിൻ്റെ കഥാസന്ദർഭങ്ങളെല്ലാം ഇന്നത്തെ സാമൂഹിക സാഹചര്യവുമായിട്ടൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള അവതരണങ്ങൾ നടക്കാറുണ്ട്. ആധുനിക കാലത്ത് രാമായണത്തിൻ്റെ പ്രസക്തി, ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി, അങ്ങനെയൊക്കെ യാതൊരു ബന്ധവുമില്ലാത്ത കാലഘട്ടങ്ങളെ പോലും അവതരിപ്പിച്ചുകൊണ്ടാണ് ഷിജുകുമാറിൻ്റെ ഈ രാമായണ പങ്ക്തി. കർക്കിടകം 1 തുടങ്ങിയതാണ്. 30 ദിവസമുണ്ട്. 30 ദിവസം മാധ്യമം ദിനപത്രം അതിനുവേണ്ടി പേജിലെ നല്ലൊരു സ്പേസ് മാറ്റിവെക്കുക. ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഹിന്ദു സംഘടനകളും വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളും ഉറച്ചു വിശ്വസിക്കുക. രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ആദികവി വാത്മീകിയെയും ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജനെയും അധിക്ഷേപിക്കുന്ന മാധ്യമം ദിനപത്രത്തിൻ്റെ നടപടിയിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്തരത്തിൽ ഒരു പത്രങ്ങളും ദിനപത്രങ്ങളിലൂടെ അവഹേളനവും അധിക്ഷേപവും പുലർത്തുന്നില്ല. മാധ്യമം ദിനപത്രത്തിൻ്റെ ഉടമസ്ഥരുടെ ചില നിഗൂഢമായ ലക്ഷ്യങ്ങൾ, അവരുടെ അജണ്ടകൾ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയാണ് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ദിനപത്രം. അപ്പോൾ അവർ പ്രസിദ്ധീകരിക്കുന്ന പങ്ക്തിയിൽ ഹിന്ദു സമൂഹത്തെ, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പങ്ക്തി മാധ്യമം ദിനപത്രം പിൻവലിക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ, മതസംഘർഷത്തിന് കാരണമാകുന്ന ഈ പങ്ക്തി, മതസ്പർദ്ധ വളർത്തുന്ന ഈ പങ്ക്തി അവർ പിൻവലിക്കാൻ തയ്യാറാവണം. ഹിന്ദു സമൂഹത്തോട് മാധ്യമം ദിനപത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മാപ്പ് പറയണം. ഹിന്ദു നാമധാരിയായ അതിവിപ്ലവക്കാരനെ വെച്ച് സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ നാണയത്തിൽ തന്നെ നമുക്ക് സ്വാഭാവികം അറിയാം, ഇതേ നാണയത്തിൽ തന്നെ ഹിന്ദു സമൂഹത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ പ്രചരണ ഉപാധികളോ തിരിച്ച് പ്രതികരണം നടത്തിയാൽ ഈ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം എന്തായിരിക്കും? ക്രമസമാധാന അന്തരീക്ഷം എന്തായിരിക്കും? നാളെ എനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കോ, സംഘടനാ പ്രവർത്തകനോ വിശ്വാസി സംഘടനയ്ക്കോ പരിശുദ്ധ ഖുർആനെയും മുഹമ്മദ് നബിയെയും അധിക്ഷേപിച്ചുകൊണ്ട് എഴുതാമല്ലോ. മുഹമ്മദ് എന്നൊരു പേര് ഉന്നയിച്ചതിൻ്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട ഒരു മാഷ് ജീവിച്ചിരിക്കുന്ന നാടാണ്, ജോസഫ് മാഷ് നാടാണ്. ഇത്തരം പ്രവണതകൾ ഒരു മാധ്യമം പുലർത്താൻ പാടില്ല. കോഴിക്കോട് മാധ്യമങ്ങളുടെ നല്ലൊരു പങ്ക് വഹിക്കുന്നു. പക്ഷെ മാധ്യമം ദിനപത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്നതാണോ ഇത്തരത്തിൽ മതസ്പർദ്ധ